നമസ്കാരം, ഞാൻ പ്രദീപ് പ്രഭാകർ. നവകേരളം വ്ലോഗിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നവകേരളം വ്ലോഗിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ നാട്, നമ്മുടെ കേരളം, നമ്മുടെ സർക്കാർ നടപ്പിലാക്കിയ മനോഹരമായ ഒരു ആശയമാണ്. അതായത് ലോക രാജ്യങ്ങൾ തന്നെ മാതൃകയാക്കുന്ന ഒരു ആശയം. പല ആശയങ്ങളും കേരളം സംഭാവന ചെയ്തിട്ടുണ്ട്. അതിൽ മനോഹരമായ ഒരു ആശയമാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രക്രിയ. എന്താണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രക്രിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു സമൂഹത്തിന് ഏറ്റവും ആവശ്യമായ ആരോഗ്യം, ഭക്ഷണം, സുരക്ഷിതമായ താമസ സ്ഥലം, പിന്നെ അടിസ്ഥാന വരുമാനം, ഇത്രയും ഇല്ലാത്ത കുടുംബങ്ങൾ, പല കുടുംബങ്ങളും ഉണ്ടായിരുന്നു. ഇല്ലാത്ത കുടുംബങ്ങൾക്ക് അത് ഉറപ്പാക്കുന്ന ഒരു പ്രക്രിയയാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രക്രിയ. കേരളത്തിലെ 2 ജില്ലകൾ പൂർണ്ണമായും അതിദാരിദ്ര്യ ഇല്ലാത്ത ജില്ലയായി മാറിക്കഴിഞ്ഞു. ഒന്ന് കണ്ണൂര്, പിന്നൊന്ന് നമ്മുടെ കോട്ടയം. അതിലിപ്പോ ഞാൻ കണ്ണൂർ ജില്ലയിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ തന്നെ നമുക്ക് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലൂടെ തിരിച്ചു വന്ന ഒരുപാട് കുടുംബങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ആ കുടുംബങ്ങളിലേക്ക് ഒരു യാത്രയാണ് ഇന്നത്തെ നവകേരളം വ്ലോഗിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നത്. ഒരു സർക്കാരിന് ഗൗരവമായി കാണാൻ മാത്രമല്ല, അതിദരിദ്രർ 1% താഴെയായിരുന്നു നമ്മുടെ സംസ്ഥാനത്ത്. പക്ഷേ നമ്മുടെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന LDF ഇതുപോലുള്ള കാര്യങ്ങളിൽ കൃത്യമായ നിലപാടുണ്ട്. ആ നിലപാടിന്റെ ഭാഗമായി തന്നെ 0.7% അത് നമ്മുടെ സംസ്ഥാനത്ത് ഗൗരവമായി എടുത്ത് അവരെ മുഴുവൻ അതിദരിദ്രാവസ്ഥയിൽ നിന്ന് മുക്തരാക്കണം എന്ന നിലപാടാണിത്. അടിസ്ഥാന വരുമാനം ഒരു വലിയ ഘടകമാണ്. അങ്ങനെ ഒരു വരുമാനം കണ്ടെത്തിയ ഒരു ഓട്ടോറിക്ഷയുടെ മുന്നിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. കല്യാണി, എന്റെ കൃഷ്ണ എന്നൊക്കെ എഴുതിയിരിക്കുന്ന കല്യാണി ഓട്ടോയുടെ അകത്തൊരാളുണ്ട്, നമ്മുടെ ചേച്ചി. ചേച്ചി നമസ്കാരം. പേരെങ്ങനെയാണ്? പേര് സിന്ധു. സിന്ധു ചേച്ചിയുടെ ഓട്ടോയാണ് ഇത്. ഇനിയിപ്പോ ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ. ചേച്ചി ഇതുപോലെ ഒരു ജീവിതത്തിലെ ഒരു കഷ്ടതകളിൽ നിന്ന് ഇന്ന് ഒരു സ്വയം തൊഴിൽ കണ്ടെത്തി മനോഹരമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ചേച്ചിയാണ്. ഈ ചേച്ചിയുടെ ഓട്ടോയിലാണ് ഞാൻ ഇന്ന് മറ്റു കാഴ്ചകൾ കാണാനായിട്ട് പോകുന്നത്. ഇതിലല്ലേ പോണ്ടത്? എങ്ങനെയുണ്ട് ചേച്ചി ഓട്ടോറിക്ഷ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം വരുമാനമൊക്കെ? ഓട്ടോറിക്ഷ ഇപ്പം ജീവിതത്തിൽ വന്നപ്പോ എനിക്ക് നല്ല ഒരു മാറ്റമെല്ലാം വന്ന് ഇപ്പം ആൾക്കാരെല്ലാം കയറുകയും ഇതാക്കുകയും പൈസ നന്നായി കിട്ടുകയെല്ലാം ചെയ്യുന്നുണ്ട്. സന്തോഷമായല്ലേ? സന്തോഷമായി. അത്യാവശ്യം വരുമാനമൊക്കെ ഉണ്ടല്ലോ അല്ലേ? വരുമാനമൊക്കെ ഉണ്ട്, ഓട്ടോവും ഉണ്ട്. എന്തായിരുന്നാലും നമ്മള് ഒരു വരുമാനത്തിന്റെ കഥ നമ്മൾ കേട്ടു. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അടിസ്ഥാന താമസ സൗകര്യം ഒരുക്കൽ, ഞാൻ ഈ പറഞ്ഞത് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ പാർട്ടുകളാണ്. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സുരക്ഷിതമായ താമസ സ്ഥലം. അങ്ങനെ ഒരുപാട് ലൈഫിലൂടെ തന്നെ കുറച്ച് വീടുകൾ ചെയ്തിട്ടുണ്ട് അല്ലെ ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട്. നമ്മൾ അത് കാണാനാണ് ഇപ്പൊ നമ്മൾ പോകുന്നത്. അപ്പൊ നമുക്ക് പോയി ആ വീടുകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഈ ഒരു വീടെന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലൂടെ തിരഞ്ഞെടുത്ത ഒരു ഫാമിലിക്ക് ലൈഫ് വഴി സർക്കാർ ഉറപ്പാക്കിയ ഒരു മനോഹരമായ വീടാണ്. സർക്കാർ നിർമ്മിച്ചു കൊടുത്തിരിക്കുന്ന ഒരു വീടാണ്. അത് മാത്രമല്ല, ഇവിടെ 2 കുട്ടികളുണ്ട്. അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആരോഗ്യത്തിന്റെ കാര്യത്തിലും അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ശ്രദ്ധിക്കുന്നുണ്ട്. ഇവിടെയുള്ള 2 കുട്ടികൾക്ക് പാലിയേറ്റീവ് കെയർ വഴി സർക്കാർ ഒരുപാട് സംരക്ഷണം ഉറപ്പാക്കിയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം, അവരൊന്ന് പരിചയപ്പെടാം. ആ വീടും ആ വീട്ടുകാരെയും പിന്നെ നോക്കൂ കുട്ടികളെയും കാണാം. നല്ല രസമുണ്ടല്ലേ ഇവിടുത്തെ പ്രകൃതി, തെങ്ങും അടയ്ക്കാമരങ്ങളും. കണ്ണൂരിന്റെ ഒരു പ്രത്യേക കാഴ്ചയെന്ന് തന്നെ പറയാം.
ഹായ്, നമസ്കാരം. എന്തുണ്ട് മോളെ വിശേഷം? സുഖാണോ? സുഖാണോ ചേച്ചി? പിന്നെ പേരെങ്ങനെയാണ്? നിഷ ചേച്ചി. ഓക്കെ. എന്നെ കാണുമ്പോ സന്തോഷമായി, എനിക്കും സന്തോഷമായി കേട്ടോ. പെട്ടെന്ന് എന്നെ തിരിച്ചറിഞ്ഞല്ലോ ഒരാള്. പാലിയേറ്റീവ് വഴി കുറച്ച് സഹായങ്ങൾ കിട്ടുന്നുണ്ടല്ലോ, എന്തൊക്കെയാണത്? പലരുന്ന കുറച്ച് സാധനങ്ങൾ മാസത്തിൽ കിട്ടുന്നുണ്ട്, പലിയേറ്റിൻ്റെതായിട്ട്. പിന്നെ മരുന്നും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് അല്ലേ? അപ്പൊ എങ്ങനെയാണ്, സന്തോഷമാണോ? ഹാപ്പിയാണോ? ചേച്ചി എന്ത് പറയണു ഈ ഒരു എന്താണ് ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനെ കുറിച്ചൊക്കെ എന്ത് പറയുന്നു? ഹാപ്പിയാണോ? വീടും കുട്ടികൾക്കുള്ള ചികിത്സാ സഹായങ്ങളൊക്കെ? അതെ, കുട്ടികൾക്ക് കുറെ ഉപകാരമാണ് അവര് ഇങ്ങനെ എല്ലാ സഹായം കിട്ടുന്നതല്ല. ഞാൻ ഇവരെയും കൊണ്ട് പണിക്കൊന്നും പോകാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് പോകാൻ പറ്റാത്തത് കൊണ്ട് കുറച്ച് നമുക്ക് ആവശ്യമുള്ള അടിസ്ഥാന സൗകര്യങ്ങള് സർക്കാർ ഉറപ്പാക്കുന്നുണ്ട് അല്ലേ? എന്തായിരുന്നാലും നമ്മുടെ ഒരു സർക്കാർ ജനങ്ങൾക്കൊപ്പം ഇതുപോലെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് ഇടപഴകുന്നു എന്നുള്ളത് വലിയൊരു സന്തോഷമാണ്. 2 വർഷമായിട്ട് പിള്ളേരുടെ ചികിത്സയുടെ എത്ര രൂപ വരുന്നുണ്ട്? ഇപ്രാവശ്യം ലാസ്റ്റ് 1.5 ലക്ഷം രൂപ. 1.5 ലക്ഷം രൂപ. 14 ദിവസം കളിച്ച് ചികിത്സ. ഓ, അതെല്ലാം ഗവൺമെന്റ് ചെയ്തു. അതിപ്പോ പഞ്ചായത്ത് അങ്ങനെ. പിന്നെ അപസ്മാരത്തിന്റെ ഇളയമർക്ക് അപസ്മാരത്തിന്റെ അതിന്റെ മരുന്നും എല്ലാം ഹെൽത്ത് തരുന്നുണ്ട്. ഹെൽത്ത് കൊണ്ട് തരുന്നുണ്ട്. വലിയ പൈസ ആവുന്നു, 2000 റുപ്യയിലാവുന്നുണ്ട്. 2 ആഴ്ചയിലെ മരുന്ന്. 2000. 2000 അതല്ല ഇപ്പൊ ഇവിടെ എത്തിക്കുന്നു. അവിടെ എത്തിക്കുന്നു. വരുമാനം എന്ന് പറയുന്നത് ഈ പെൻഷൻ മാത്രമേ ഉള്ളൂ അല്ലേ? ഒരു മാസം ഈ ഒരു തെങ്ങുന്ന എന്തെങ്കിലും തേങ്ങ കിട്ടിയാൽ അതാണ് ഒരു വരുമാനം എന്ന് പറയുന്നത്. പിന്നെ ഈ പറഞ്ഞത് റേഷൻ കിട്ടുന്നുണ്ടോ അമ്മയ്ക്ക്? പിന്നെ ഈ പെൻഷൻ ഈ പറയുന്ന എത്ര, ഒരു മാസം എത്രയുള്ളത്? 1600. അമ്മ വയസ്സായി ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു വീടാണ്. വളരെ ശോചനീയമായിരുന്നു. അത് ഇപ്പോ പഞ്ചായത്തിന്റെ ഇടപെടൽ കൊണ്ട് അത് പ്ലാസ്റ്ററിങ് ചെയ്തു. പിന്നെ ടൈൽസ് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം ആൾക്കാരെ സത്യത്തില് ഇതിനു മുമ്പ് അവർ ഇവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാം നമ്മൾ വിസ്മരിച്ച് വെച്ചിരിക്കുകയായിരുന്നു. ഈ അടുത്ത കാലത്ത് നമ്മുടെ ഈ ഒരു പദ്ധതിയിലൂടെയാണ് സൂക്ഷ്മമായ ഒരു കണ്ടെത്തലുകളിലൂടെ ഇവരുടെ ജീവിത പ്രശ്നങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി വന്നത്. അതിന് നമുക്ക് നമ്മുടെ സർക്കാരിന് നന്ദി പറയാം. സന്തോഷമാണോ ഇപ്പോ? ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത ജില്ലയാണ് നമ്മുടെ കേരളത്തിലെ കോട്ടയം ജില്ല. രണ്ടാമതായി എത്തിയിരിക്കുന്നത് നമ്മുടെ കണ്ണൂർ ജില്ലയാണ്. അതിദാരിദ്ര്യമുക്ത ജില്ലയായി പ്രഖ്യാപിക്കുന്നതിന്റെ ആദ്യഘട്ടമായി ഭക്ഷണം, ആരോഗ്യം, സുരക്ഷിതമായ താമസ സ്ഥലം, അടിസ്ഥാന വരുമാനം എന്നിവയില്ലാത്ത അർഹരായ 3973 കുടുംബാംഗങ്ങളെ കണ്ടെത്തുകയും ആവശ്യാനുസരണം മൈക്രോ പ്ലാൻ തയ്യാറാക്കുകയും ചെയ്തു. പിന്നീട് 1078 പേർക്ക് ഭക്ഷണവും 2296 പേർക്ക് സ്വാന്തന പരിചരണവും ചികിത്സയും ലഭ്യമാക്കി. ഉപജീവന മാർഗം ആവശ്യമുള്ള 235 പേർക്ക് തദ്ദേശ സ്ഥാപനങ്ങൾ സൗകര്യമൊരുക്കുകയും കുടുംബശ്രീ മുഖേന തൊഴിൽ ലഭ്യമാക്കുകയും ചെയ്തു. 967 കുടുംബങ്ങൾക്ക് വീട്, 9 ശുചിമുറികൾ, 17 കുടുംബങ്ങൾക്ക് കുടിവെള്ളം, 8 വീടുകളിൽ വൈദ്യുതീകരണം എന്നിവയും ഇതിന്റെ ഭാഗമായി ലഭ്യമാക്കി. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സർക്കാർ കണ്ണൂർ ജില്ലയെ അതിദാരിദ്ര്യമുക്ത ജില്ലയാക്കി പ്രഖ്യാപിച്ചത്. കണ്ണൂരിലെ ആന്തൂർ മുനിസിപ്പാലിറ്റിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ആന്തൂർ മുനിസിപ്പാലിറ്റിയിലെ 5 വീടുകൾക്കാണ് സർക്കാർ ഭവന പുനരുദ്ധാരണ പദ്ധതി
നൽകിയിരിക്കുന്നത്. അതിലൊരു വീടിന്റെ ഫ്രണ്ടിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. നമുക്ക് അതിന്റെ വിശേഷങ്ങളൊക്കെ ശാരദമ്മയോട് ചോദിക്കാം. വരും. അമ്മേ നമസ്കാരം. നമുക്കേ ഇവിടെ ഒന്ന് ഇരുന്നിട്ട് സംസാരിച്ചാലോ? ആ, വീടിന്റെ പുനരുദ്ധാരണത്തിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് കുറെ കാര്യങ്ങൾ ചെയ്തു തന്നില്ലേ? എന്തൊക്കെയാ ഇവിടെ ചെയ്തിട്ടുള്ളത് വീടിന് വേണ്ടിയിട്ട്? വീടിന് വേണ്ടി ചെയ്തത് ഇതന്നെ, മേലത്തെ കാണുന്നത് തന്നെ. പിന്നെ 1,00,000 റുപ്യ പാസ്സായിട്ടാണ്. ഓ, 1,00,000 രൂപ പാസ്സായിട്ട് കിട്ടി. മേക്ക് വീണു പോകുന്നില്ല വിചാരമൊന്നുമില്ല. വിചാരമൊന്നുമില്ല, ആ ഉറപ്പ് മതി എന്തായാലും. നമുക്ക് സുരക്ഷിതമായിട്ട് ഇരിക്കാനുള്ള ഒരു താവളാണല്ലോ നമ്മുടെ വീട്. അപ്പൊ അതെന്തായാലും ഉറപ്പായിട്ട് എന്താ ചെയ്തു തന്നു ഗവൺമെന്റ് അല്ലേ? ഗവൺമെന്റ് മുനിസിപ്പാലിറ്റിന്റെ ബയോമിത്രത്തിന്ന് കിട്ടുന്നതുകൊണ്ട് അതെല്ലാം അങ്ങനെ പോകുന്നു. ഇൻസുലിൻ വെക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും മരുന്നുമല്ല അവര് തന്നെയാണ്. അവര് തന്നെയാണ്. ആ, എന്തായാലും നമുക്ക് ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്നുണ്ടല്ലോ. കിട്ടുന്നുണ്ട്. ഗവൺമെന്റിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് ഓരോ വീടുകളും റിനോവേറ്റ് ചെയ്തു കൊടുക്കുന്നുണ്ട് സർക്കാർ. പേര് പറഞ്ഞ? ആൽബിൻ ജോർജ്. ആൽബിൻ ജോർജ്. വീടിന്റെ ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു ആദ്യം? കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അല്ലേ? അപ്പൊ നിങ്ങൾക്ക് പഠനത്തിനാണെങ്കിലും ഒക്കെ ചിലപ്പം വീടിന്റെ നമുക്ക് ഒരു എപ്പോഴും ഒരു പാർപ്പിടം വേണമല്ലോ. എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു തന്നേക്കുന്നത്? ഇപ്പൊ ജനല് മാറ്റി, പിന്നെ ഡോറ് മാറ്റി, മേൽക്കൂരി മാറ്റി. മേൽക്കൂരി മാറ്റിയിട്ടുണ്ട്. ആഹാ. കുട്ടികളുടെ സ്വപ്നങ്ങൾ നിറവേറാൻ വേണ്ടിയിട്ട് സർക്കാർ ഒരുപാട് പദ്ധതികൾ ഇനിയും നമുക്ക് മുന്നിൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അതുപോലൊരു പദ്ധതിയുടെ ഭാഗമാണ് ഇപ്പം ഈ വീട് റിനോവേറ്റ് ചെയ്യുന്നത്. ഇനിയും ഒരുപാട് നമുക്ക് കാണാനിരിക്കുന്നു. ഹായ്, നമസ്കാരം. അതിദാരിദ്ര്യമുക്ത കേരള പദ്ധതിയുടെ ഭാഗമായിട്ട് സർക്കാർ നിർമ്മിച്ചു കൊടുത്ത ഒരു വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. നമ്മുടെ ആന്തൂർ നഗരസഭയിൽ 3 വീടുകളാണ് നിർമ്മിച്ചു കൊടുത്തേക്കുന്നത്. എത്ര നാളായി ഈ വീട്ടിൽ ഇപ്പൊ താമസമായിട്ട്? 2 മാസം. അപ്പൊ എന്തായാലും നമ്മൾ ഒരു പുതിയ വീട്ടില് അല്ലേ സർക്കാർ നമുക്ക് ചെയ്തു തന്നെ നല്ലൊരു സുന്ദര ഭവനത്തിൽ തന്നെ നമുക്ക് താമസിക്കാൻ പറ്റുന്നുണ്ടല്ലോ. ആ, അതാണ് പ്രമീളാന്റി പറഞ്ഞു വന്നതെന്ന് വെച്ചാല് അവിടെ ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല പഴയ വീട്ടില്. ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ പുതിയ വീട്ടിലോട്ട് മാറിയപ്പം നമുക്ക് അടച്ചുറപ്പുള്ളൊരു വീട്ടിലോട്ട് വന്നപ്പം അതിൻ്റെതായ ഒരു സമാധാനത്തോടെ നമുക്ക് കിടന്നുറങ്ങാൻ സാധിക്കുന്നുണ്ടല്ലേ? ആ, എന്റെ കൂടെയുള്ളത് ആന്തൂർ നഗരസഭയിലെ അതിദാരിദ്ര്യമുക്ത കേരളം എന്ന പദ്ധതിയോടനുബന്ധിച്ച് അതിനുവേണ്ടി പ്രവർത്തിച്ച ഉദ്യോഗസ്ഥയാണ്. അപ്പൊ നമുക്ക് മാഡത്തിന്റെ അടുത്ത് കാര്യങ്ങൾ ചോദിക്കാം. മാമിന്റെ പേരെന്തായിരുന്നു? പേര് ബിന്ദു. ബിന്ദു. അപ്പോൾ നമുക്ക് ഈ അതിദാരിദ്ര്യമുക്ത കേരളം എന്ന പദ്ധതിയിലൂടെ നമ്മുടെ ആന്തൂർ നഗരസഭയിൽ നടപ്പിലാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ഏകദേശം 133 ആൾക്കാരെ കണ്ടെത്തി എന്ന് പറഞ്ഞു. അതിൽ നമുക്ക് ലൈഫ് പദ്ധതി പ്രകാരവും സ്ഥലമുള്ള 3 ആൾക്കാർക്ക് വീട് വെച്ച് കൊടുക്കുകയും നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് അവരവരുടെ സ്ഥലത്ത് വീട് വെച്ച് കൊടുത്തു. പിന്നെ കൂടാതെ ഭക്ഷ്യക്കിറ്റ് ഓരോ മാസവും ഇവർക്ക് വേണ്ടുന്ന ഭക്ഷണം ക്ലേശ ഘടകത്തിൽ ഉൾപ്പെട്ട ആൾക്കാർക്കെല്ലാം ഭക്ഷണം കുടുംബശ്രീയുടെ സ്റ്റോർ മുഖേന ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തു കൊടുക്കുന്നുണ്ട്. കൂടാതെ സ്ഥലവും വീടില്ലാത്ത 2 പേർക്ക് നമ്മൾ കുറുമാത്തൂർ ഫ്ലാറ്റ് ഇതുപോലെ തന്നെ കഷ്ടത അനുഭവിക്കുന്ന ആൾക്കാർക്ക് വീടില്ലാത്ത ആൾക്കാർക്ക് കൊടുക്കുന്ന സർക്കാരിന്റെ ഫ്ലാറ്റ് കുറുമാത്തൂർ പഞ്ചായത്തിൽ ഫ്ലാറ്റും നമ്മൾ കൊടുത്തിട്ടുണ്ട്. സാമ്പത്തികമായിട്ടും പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു വരുമാനത്തിന് വേണ്ടി നമ്മുടെ സർക്കാർ ഒരു കൈത്താങ്ങായിട്ടാണ് ഈ കോഴി വളർത്തല് ഒരു വരുമാനമായിട്ട് കൊടുക്കുന്നത്. ഈ അവസ്ഥയിലും നമ്മളെ കൈകോർത്ത് പിടിക്കാൻ നമ്മുടെ കൂടെ നിൽക്കുന്നതാണ് നമ്മുടെ സർക്കാർ. ഞാനിപ്പോൾ ഉള്ളത് ആന്തൂർ മുനിസിപ്പാലിറ്റിയിലാണ്. മുനിസിപ്പൽ ചെയർമാനായ മുകുന്ദൻ സാറ് നമ്മുടെ കൂടെയുണ്ട്. കുടുംബശ്രീയുടെ ഓക്സിലറി ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ ഒരു സർവേ നടത്തുകയും അതിലൂടെ ആന്തൂർ നഗരസഭയിൽ 133 പേരെ കണ്ടെത്തുകയും ഒരു നീണ്ട ഒരു പ്രവർത്തനത്തിനിടയിലാണ്
സമ്പൂർണ്ണമായി ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിച്ചു. നമ്മുടെ സംസ്ഥാനത്ത് 64,000-ഓളം കുടുംബങ്ങൾ അതിദരിദ്ര കുടുംബങ്ങളാണ്. അവർക്ക് വേണ്ട പുതിയ പുതിയ പദ്ധതികളും അവർക്ക് വേണ്ട സഹായ സഹകരണ സേവനങ്ങളും ഒക്കെ നമ്മുടെ സർക്കാർ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇങ്ങനൊരു പദ്ധതി സർക്കാരിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനും 100% അഭിമാനിക്കാൻ പറ്റിയ ഒരു കാര്യം തന്നെയാണ്. 2025 നവംബർ 1 മുമ്പ് തന്നെ അതിദരിദ്രമുക്ത സംസ്ഥാനമാക്കുകയാണ് നമ്മുടെ സർക്കാരിന്റെ ലക്ഷ്യം. പുറത്ത് നല്ല മഴയാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ഇനി നവകേരളം ബ്ലോഗിലൂടെ ഇനി പുതിയ വിശേഷങ്ങളും സർക്കാരിന്റെ പുതിയ പദ്ധതികളും ആനുകൂല്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് കൂടുതൽ അറിയാം.